വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വൺസ് ഒരു ജോലിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ പ്രൊഫഷണൽ പീരീഡിൽ ഉണ്ടാവുമല്ലോ. അതായത് നമുക്കൊരു 3 മന്ത് അല്ലെങ്കിൽ 6 മന്ത് പീരീഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു പ്രൊഫഷണൽ പീരീഡിൽ നമ്മൾ റെസിഗ്നേഷൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുമോ? അതുപോലെ തന്നെ നമ്മളൊരു വിസ, അതായത് 2 ഇയർ വിസ അടിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ 2 ഇയർ കംപ്ലീറ്റ് ആവാണ്ട് നമ്മൾ ഇറങ്ങുവാണെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനോ ബാനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് ഇന്നിവിടെ. ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ആണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ വൺസ് നമുക്ക് ഒരു ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് എന്താവും, നമ്മൾ ഇപ്പൊ ജോയിൻ ചെയ്തു, നമുക്ക് വിസ പ്രോസസ്സിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയി, നമുക്ക് ഈ വിസ അടിക്കുന്നു. ഈ വിസ അടിച്ചതിന് ശേഷം നമ്മുടെ മെഡിക്കല്, എമിറേറ്റ്സ് ഐഡി എല്ലാം കഴിഞ്ഞ് നമ്മുടെ വിസ സ്റ്റാമ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താവുന്നു, വിസ സ്റ്റാമ്പ് ചെയ്തിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ വിസ നമുക്കിപ്പോ പാസ്പോർട്ടിലും കാര്യങ്ങൾ, നമ്മുടെ പാസ്പോർട്ടിലൊന്നല്ല ഇപ്പൊ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത്, നമുക്ക് അല്ലാണ്ട് തന്നെ ICP കയറി കഴിഞ്ഞാൽ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത വിസ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ യൂഷ്വലി നമുക്ക് 2 ഇയർ വിസയാണ് അടിച്ചു തരാറുള്ളത്. ഇപ്പൊ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ക്ലിനിക് ആയിക്കോട്ടെ, ഹോം കെയർ ആയിക്കോട്ടെ, യൂഷ്വലി ഒരു 2 ഇയർ വിസയാണ് ഒരു നേഴ്സ് ജോബ് കിട്ടിയതിന് ശേഷം നമുക്ക് വൺസ് അവർ അടിച്ചു തരുന്നത്. ഈച്ച് 2 ഇയറിൽ അത് എന്ത് ചെയ്യുന്നു, റിന്യൂ ചെയ്ത് തരുന്നു. അപ്പോൾ വൺസ് നമ്മളിത് വിസയും കാര്യങ്ങളൊക്കെ അടിച്ചു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആസ് പെർ ദ ഓഫർ ലെറ്ററിലോ അല്ലെങ്കിൽ ആസ് പെർ ദ പറഞ്ഞ പോലത്തെ ഡ്യൂട്ടിയോ കാര്യങ്ങളോ അല്ല നടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ നമുക്ക് ഡ്യൂട്ടി അവേഴ്സ് ഇപ്പൊ ആദ്യം 1 മാസമൊക്കെ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. പക്ഷെ പിന്നെ നമുക്ക് ഇപ്പം പറഞ്ഞ പോലത്തെ ഡ്യൂട്ടി അല്ല, കണ്ട പോലെ ഡ്യൂട്ടിക്ക് വിളിക്കുക, ഡ്യൂട്ടി അവേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കുക, പിന്നെ ഓഫ് തരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് റെസിഗ്നേഷൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിപ്പോ നിങ്ങൾക്ക് 3 മന്തോ അല്ലെങ്കിൽ 6 മന്ത് പ്രൊബേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ റെസിഗ്നേഷൻ വെക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും 100% പറ്റും. എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ ദ നമ്മുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞ പോലെ. അപ്പൊ നിങ്ങൾ വൺസ് ഒരു വിസ അടിക്കുന്നതിന് മുന്നേ നമുക്കൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ തരും. അപ്പൊ അതിലെല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ടാവും, നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്, അതുപോലെ തന്നെ വൺസ് വിസ അടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വിസ റെസിഗ്നേഷൻ പീരീഡ് കാര്യങ്ങളെല്ലാം അതിനകത്ത് റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അത് കെയർഫുള്ളി വായിച്ചു നോക്കിയിട്ട് വേണം എപ്പോഴും സൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ അതിനകത്ത് 2 മന്ത് റെസിഗ്നേഷൻ പീരീഡ്, അല്ലെങ്കിൽ 3 മന്ത് റെസിഗ്നേഷൻ പീരീഡ്, അല്ലെങ്കിൽ 1 മന്ത് അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആസ് പെർ നമ്മുടെ ലേബർ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്ത പോലെ നമ്മൾ എന്താക്കാം, ആ ഒരു റെസിഗ്നേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്കൊരു മെയിൽ അയക്കുക. എനിക്ക്, അതായത് ആരാണോ കൺസേൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ എങ്കിൽ അവർക്കൊരു മെയിൽ അയക്കുക, ഇന്ന പോലെയാണ് എൻ്റെ ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടി അവേഴ്സ്, പക്ഷെ എനിക്ക് ഇങ്ങനെയല്ല നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എനിക്ക് ഓഫ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സാലറി പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് വരുന്നില്ല. അപ്പൊ ഈ ഒരു കാരണത്തിനാൽ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂ പോവുകയാണെങ്കിൽ എനിക്ക് ഈ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഫസ്റ്റ് വാർണിംഗ് നിങ്ങൾ കൊടുത്തു, നിങ്ങൾ അയച്ചു, ആരാണോ വെച്ചിട്ടെങ്കിൽ അതിന്റെ CC കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൽ അയക്കുക. അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും കാര്യങ്ങളും വന്നിട്ട് വീണ്ടും നിങ്ങൾ അതേ ഒരു സംഭവം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ലേബറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിഗ്നേഷൻ വെക്കാം. അപ്പൊ വൺസ് നിങ്ങൾ എന്ത് ചെയ്യുക, റെസിഗ്നേഷൻ വെക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സേഫ് സൈഡിൽ നിൽക്കാനായിട്ട് എന്താക്കുക, എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ അവര് നമുക്കെതിരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ആയിട്ടോ അല്ലെങ്കിൽ വിസ കോസ്റ്റോ കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലേബറിൽ വിളിച്ചിട്ട് ഒരു സജഷൻ എടുക്കാം. ലേബറിലെ നമ്പർ ആണെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ ലേബറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഗൈഡ് ലൈനും കാര്യങ്ങളും തരും. എന്നിട്ട് നിങ്ങൾ അവരുടെ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം. പിന്നെ ആസ് പെർ നിങ്ങൾ റെസിഗ്നേഷൻ വെക്കുക. അങ്ങനെ റെസിഗ്നേഷൻ വെച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു റെസിഗ്നേഷൻ പീരീഡ് കംപ്ലീറ്റ് ആയി, എന്നിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങാം. ഇറങ്ങിയതിന് ശേഷം അവര് നിങ്ങൾക്ക് ബാൻ ചെയ്യോ, അല്ല നിങ്ങളുടെ വിസ ക്യാൻസൽ ആക്കാതിരിക്കുക, അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ല വൺസ് നിങ്ങൾ ലേബറിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വൺസ് നമ്മൾ അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, അവര് നമുക്ക് വിസ ക്യാൻസൽ ചെയ്ത് തരണം. എന്നത് അവരല്ലേ നമുക്ക് എടുത്തു തന്നിട്ടുള്ളത്. ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഓണായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ഓണായിട്ട് നമ്മുടെ അവരെടുത്തു തന്ന വിസ നമുക്ക് ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബറിൽ ഓൾറെഡി ഇഷ്യൂസ് ഉണ്ടാക്കി അവര് റെസിഗ്നേഷൻ കഴിഞ്ഞ് 15 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അവിടുന്ന് റെസ്പോൺസ് വന്നില്ലെങ്കിൽ അഗെയിൻ ലേബറിൽ വിളിച്ചിതാക്കുന്നു. അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പോയിട്ട് നമുക്ക് എന്താക്കാം, ക്യാൻസലേഷൻ ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ചില സമയത്ത് ചില കോസ്റ്റ് വരുന്നുണ്ട്, പക്ഷെ മോർ കോസ്റ്റ് ഒന്നുമില്ല, ഒരു 100-നുള്ളിൽ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. 100 150 എന്ന് തോന്നുന്നു, നമുക്ക് അത് കൊടുത്തിട്ട് നമുക്ക് ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും.
പിന്നെ നമ്മുടെ ലൈസൻസ് നമുക്ക് ക്യാൻസൽ ആക്കാൻ വേണ്ടി പറ്റും. ഓൾറെഡി നിങ്ങൾ ലേബറിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നതിൽ അവർ ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓണായിട്ട് നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ആക്കാൻ പറ്റും. വൺസ് നമ്മൾ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫൈനോ ബാനോ കാര്യങ്ങളോ ബ്ലാക്ക് ലിസ്റ്റോ എന്തെങ്കിലും ഉണ്ടാവുമോ? ഒരിക്കലും അല്ല. വൺസ് നമ്മൾ വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ഇഷ്യൂസും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു ഗ്രേസ് പീരീഡ് ഉണ്ട്, അതായത് അടുത്ത വിസയിലേക്ക് കയറാനായിട്ടുള്ള ഒരു ഗ്രേസ് പീരീഡ് ഉണ്ട്. ആ ഒരു ഗ്രേസ് പീരീഡിന്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയ ജോലിയിൽ കയറിയിട്ട് വിസ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് 3 മന്ത് ഗ്രേസ് പീരീഡ് ഉണ്ട്. അപ്പൊ വിത്തിൻ 3 മന്തിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു പുതിയ വിസയിലേക്ക് കയറുക, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ എടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നൗ ഡേയ്സ് ഇപ്പോൾ വിസിറ്റിംഗ് വിസ എടുക്കാനായിട്ട് നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. ന്യൂ വിസിറ്റിംഗ് വിസ എടുക്കുക അല്ലെങ്കിൽ ഒരു പുതിയ വിസയിലേക്ക് മാറുമ്പോൾ നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതിനെ കുറിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, വൺസ് അങ്ങനെ ക്യാൻസൽ ചെയ്തതിന് നമുക്ക് ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എങ്ങനെയാണ് ഇഷ്യൂസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ പറയാണ്ട് ഇപ്പൊ ആ ഒരു ജോബ് ബുദ്ധിമുട്ടും കാര്യങ്ങളായതുകൊണ്ട് വിത്തൗട്ട് ഒരു അതോറിറ്റിയിൽ ഇൻഫോം ചെയ്യാണ്ട് നിങ്ങൾ പോവാതിരിക്കുകയാണ്. അതായത് നിങ്ങൾ പോകുന്നില്ല, വിളിച്ച ഫോൺ എടുക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ സേഫ് ആണെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ജോലിയിലേക്ക് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരെന്ത് ചെയ്യും, എബ്സ്കോണ്ടഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലേക്ക് ഇട്ടതിന് ശേഷം അവരെന്ത് ചെയ്യും, ബാനും ചെയ്യും. അതായത് ഈ ഒരു എംപ്ലോയി കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസിഗ്നേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല വെക്കാണ്ട് പോയെന്ന് പറഞ്ഞിട്ട് ബാൻ ചെയ്യും. ചിലപ്പോൾ ആ ബാന് 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ അല്ലെങ്കിൽ മാക്സിമം 1 ഇയർ 6 മന്ത് അങ്ങനെ അവരെന്ത് ചെയ്യും, ബാൻ ചെയ്യും. അങ്ങനെ ബാൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പുതിയ ഒരു എംപ്ലോയി വിസയിലേക്ക് എടുക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല, ആ ഒരു ബാൻ ഉള്ളത് കൊണ്ട്. ചില കേസിൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ പോലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താക്കണം, എക്സിറ്റ് ചെയ്യാണ്ട് വേറെ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല. അതായത് ദുബായിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാണ്ട് കഷ്ടപ്പെട്ടൊക്കെ ജോലി എടുക്കുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് റെസിഗ്നേഷൻ വെക്കുക, പ്രോപ്പറായിട്ട് ലേബറിനെ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വിസ കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്യുക. വൺസ് നിങ്ങളിപ്പോൾ ലേബറിലൊക്കെ വിളിച്ചു, അതിങ്ങനെ പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അറ്റ് എ ടൈമിൽ ജോലിയും കാര്യങ്ങളും അന്വേഷിക്കും, നിങ്ങൾക്ക് വൺസ് ഒരു ജോലി കിട്ടി, അപ്പൊ അടുത്ത പ്രോസസ്സ് എന്താ, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയെങ്കിൽ അടുത്തൊരു വിസ അടിക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി വിസ കാര്യങ്ങൾ ഇപ്പൊ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ ലേബർ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്തൊരു വിസ കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിന് മുന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ആ ലേബറിൽ കംപ്ലൈന്റ് ചെയ്ത സംഭവം നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വിസ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ കേസ് കൊണ്ട് ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വിത്തൗട്ട് ജോലിയിൽ ഇങ്ങനെ പുതിയ വിസ അടിക്കാണ്ട് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വിസ അടിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അല്ല നിങ്ങൾക്ക് ജോലി കിട്ടി, നിങ്ങൾക്ക് പുതിയ വിസ അടിക്കണമെങ്കിൽ പഴയ വിസ ക്യാൻസൽ ചെയ്തിട്ട് ലേബർ കംപ്ലൈന്റ് കാര്യങ്ങൾ അതുപോലെ ലേബർ കാർഡ് എല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് ക്യാൻസൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വിസയിലേക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ അഥവാ ചിലപ്പോൾ വിസിറ്റിംഗ് വിസയിലായിരിക്കും, വൺസ് നിങ്ങൾ ജോലി എടുത്ത വിസിറ്റിംഗ് വിസയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ബട്ട് വിസിറ്റിംഗ് വിസ എക്സ്പയർ ആയിട്ടില്ല, അത് സ്റ്റിൽ ഉണ്ടെങ്കിൽ അവർ പറയും ഈ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിൽ ഇങ്ങനെ ഓൺഗോയിങ് ആണെന്നൊക്കെ ചിലപ്പോൾ പറയും അവര്. അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഓൺഗോയിങ് ആണെന്നുള്ള ഓക്കെ അവർ വിസ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു ഗ്യാരണ്ടിയിൽ നിങ്ങൾ ആ വിസിറ്റിംഗ് വിസയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈന് കാര്യങ്ങൾ വരും. വൺസ് നിങ്ങൾ ആ വിസിറ്റിംഗ് വിസയിൽ ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, വിത്തിൻ 1 or 2 വീക്സിന്റെ ഉള്ളിൽ നിങ്ങൾ ആ ജോലിയിൽ ഓക്കെ വിസ ഒന്നും അടിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് ഇറങ്ങാലോ എന്ന് പറഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു വിസിറ്റിംഗ് വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം വിസിറ്റിംഗ് വിസ. നിങ്ങൾ വേറൊരു ഇതിലേക്ക് പോകുമ്പോൾ വേറെ എവിടെ നിന്നാണോ എടുത്തിട്ടില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ റിന്യൂ ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്താക്കുന്നുണ്ട്, ബാൻ വരും, ബ്ലാക്ക് ലിസ്റ്റിൽ പെടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആ എടുത്ത് തന്നതൊന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാൻസലും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അത് അവർക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എംപ്ലോയി വിസയിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂ വിസ എടുക്കണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വൺസ് നിങ്ങൾ വിത്തൗട്ട് പെർമിഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ബാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാനോ ബാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നാട്ടിൽ എക്സിറ്റ് ആയി പോയി ആ ബാന് ക്ലിയർ ആയതിനു ശേഷം നിങ്ങൾക്ക് വീണ്ടും കയറി വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് വൺസ് ഒരു ജോലിയിൽ കയറിയതിനു ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ എടുത്തു ചാടി ഓരോ തീരുമാനങ്ങൾ എടുത്ത് ജോലിയിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലോ അല്ലെങ്കിൽ റിസൈൻ വെക്കുകയാണെങ്കിലോ എപ്പോഴും കോൺട്രാക്ട് വായിച്ചു നോക്കണം. കോൺട്രാക്റ്റിൽ എന്താ മെൻഷൻ ചെയ്തിട്ടുള്ള പോലെ റെസിഗ്നേഷൻ വെക്കണം. നിങ്ങൾ പ്രോപ്പർ ലേബർ ലോ അനുസരിച്ചിട്ടുള്ളതിൽ തന്നെ ഫോർവേഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് എടുത്ത് ചാടി പോവാതിരിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അയ്യോ അവർ എന്നെ
2 ഇയർ അടച്ചിട്ടാണ് അവർ പൈസ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണമല്ലോ എന്നൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റിസൈൻ വെക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. നമുക്ക് ലീവ് റിസൈൻ വെച്ചിട്ട് ലേബറിൽ ഇതാക്കിയിട്ട് പോകാം. എന്നിട്ട് നമുക്ക് ക്യാൻസൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഓണായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഇത് കുറേ പേര് സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോഴും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അറിയാണ്ട് കൊണ്ടേ കൊടുക്കും. അതായത് പാസ്പോർട്ട്, ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവർക്ക് ഇറങ്ങാനും കാര്യങ്ങളും പറ്റില്ല. റെസിഗ്നേഷൻ വെച്ചാൽ പോലും എന്ത് ചെയ്യുക, ഒരു പാസ്പോർട്ടും കാര്യങ്ങളും കൊടുക്കില്ല. അപ്പൊ അത് വലിയൊരു ലീഗൽ ഇഷ്യൂസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ലേബറിൽ കംപ്ലൈന്റ് കൊടുത്താൽ അതിന്റെ രീതിക്ക് അത് പോകും. പക്ഷെ നമ്മുടെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ് ആവും. നമുക്ക് പിന്നെ അടുത്ത ജോലി കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും എന്താ വെച്ചാൽ ഈ കേസ് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ പല ഇഷ്യൂസുകളും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ ഒരു ജോലിക്ക് കയറുന്നതിന് മുന്നേ ആ ജോലി നിങ്ങൾക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ചെയ്യുന്നുള്ളത് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ബാക്കപ്പ് എല്ലാം നോക്കുക. അതായത് റിവ്യൂസ് കാര്യങ്ങൾ ലൈസൻസ്ഡ് ആണോ, എസ്പെഷ്യലി ഹോം കെയറിലുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കുറേ പേര് അങ്ങനെ പോയി പെട്ടിട്ട് എനിക്ക് കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എസ്പെഷ്യലി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കി എല്ലാവരും എന്ത് ചെയ്യുക, അബദ്ധങ്ങളൊന്നും ചെയ്യാണ്ട് പോയി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ജോലിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്രയുള്ള ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നേഴ്സിംഗ് റിലേറ്റഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് കമന്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.